ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? അപ്പൊ എല്ലാവരും ഹെൽത്തി ഒക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇവിടെ കുറച്ചൊക്കെ ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെയാണ്. ഹോസ്പിറ്റലിലെ പേഷ്യന്റും കാര്യങ്ങളൊക്കെ പുതിയ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ ഒത്തിരി പേർക്കുണ്ട്. അപ്പം ചെറിയ ജലദോഷവും പനിയും തുമ്മലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കുകയും നല്ല ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ, സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് ജർമ്മനിയിലോട്ട് വരാനിരിക്കുന്ന നേഴ്സിംഗ് സ്റ്റുഡൻസും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ ഓർത്തു അവർക്ക് തന്നെ ഉപകാരമുള്ള വീഡിയോസ് ചെയ്യാന്ന്. കാരണം എന്നാൽ അവർക്ക് കുറച്ച് വരുമ്പോൾ ഈസി ആയിരിക്കും ഈ വീഡിയോ കാണുവാണെങ്കിൽ. നമ്മൾ ജർമ്മനി വന്നു കഴിയുമ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറച്ചധികം പേപ്പർ വർക്കുകളുടെ കാര്യത്തിൽ ഒത്തിരി എനിക്ക് തോന്നുന്നു വളരെ മുമ്പോട്ടാണ് ജർമ്മനിയും തോന്നുന്നു. നമ്മൾ കുറച്ചല്ല, നമ്മളിപ്പോൾ ഒരു 2-3 വർഷമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ഒരു മുറി തന്നെ നിറയ്ക്കാനുള്ള പേപ്പറുകൾ കാണും. കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പേപ്പർ പോലും നമുക്ക് കളയാനായിട്ട് കാണത്തില്ല. കാരണം അത്രയും പേപ്പറുകൾ നമ്മുടെ വീട്ടിൽ കുമിഞ്ഞുകൂടും എന്നൊരവസ്ഥ നമുക്കുണ്ടാകും കേട്ടോ. ആദ്യം 1-2 തുടങ്ങി ഒരുപാട് പേപ്പറുകളുടെ ഒരു കൂട്ടം തന്നെ നമ്മുടെ വീട്ടിൽ കാണും. ഞാൻ വിചാരിച്ചു ഇവിടെ വന്നു കഴിയുമ്പം സിറ്റി രജിസ്ട്രേഷന്, ബാങ്ക് അക്കൗണ്ട് എടുക്കുക, അങ്ങനെ കുറച്ചധികം ഒരു 5 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട. അതപ്പം നമുക്കിന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം അത് മാത്രമല്ല, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബിന് എനിക്ക് തോന്നുന്നു പുതിയ 2025 യൂട്യൂബ് വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മൾ ലൈക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ആർക്കും ഇഷ്ടപ്പെടുന്നില്ലെന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി, ഇപ്പം നിർബന്ധിക്കുന്നില്ല ഞാൻ അങ്ങനെ ലൈക്ക് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യുമായിരുന്നെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പം താല്പര്യമുള്ളവർ ചെയ്യുക കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. വലിച്ചു നീട്ടാതെ പെട്ടെന്ന് പോയിന്റ് ആയിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരുപാട് കേൾക്കുന്നവർക്ക് തന്നെ ലാഗ് അടിക്കത്തില്ല. നമ്മൾ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ സിറ്റി രജിസ്റ്റർ ചെയ്യുക. രണ്ടാമത്, നമ്മുടെ ടാക്സ് ന്യൂമർ നമുക്ക് മേടിക്കുക. മൂന്നാമതായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, അതുപോലെ തന്നെ നമുക്കൊരു ഫാമിലി ഡോക്ടറെ കണ്ടെത്തുക. ഫസ്റ്റ് വൺ, സിറ്റി രജിസ്ട്രേഷൻ. സിറ്റി രജിസ്ട്രേഷൻ നമ്മൾ വന്ന് അറൈവ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു 14 ദിവസത്തിന് മുമ്പായിട്ട് സിറ്റി രജിസ്ട്രേഷൻ ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ചില സ്ഥലങ്ങളിൽ നമ്മുടെ ആർബൈറ്റ് ഗേബറും അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വരുന്നവരാണെങ്കിൽ അവിടെയുള്ളവർ ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് നമ്മളെ ആരും ഹെൽപ്പ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക റാത്ഹൗസ് എവിടെയാണ് എന്ന്. അതിനുശേഷം അവിടെ ടെർമിൻ എടുക്കണമെങ്കിൽ ഓൺലൈൻ ടെർമിൻ എടുക്കാനുള്ള ഓപ്ഷൻ കാണും. അല്ലെങ്കിൽ ഓൺലൈൻ ടെർമിൻ എടുക്കുക, അല്ലെങ്കിൽ നേരിട്ട് നമുക്ക് അവിടെ ചെല്ലാവുന്നതാണ്. അപ്പം നേരിട്ട് ടെർമിൻ തരുമോ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് വീട്ടിൽ പോരാം. അപ്പം അതിന് വേണ്ടി നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെ പാസ്പോർട്ട്, വിസ അടിച്ചായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ആ പാസ്പോർട്ടും വിസയും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തും കൂടി കൊണ്ടുപോകുക. പിന്നെ മെയിനായിട്ടും കൊണ്ടുപോകേണ്ടത് നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു വീടുണ്ടായിരിക്കുമല്ലോ, ആ വീടിന്റെ ഓണർ തന്ന ഫില്ല് ചെയ്തൊരു ഫോം. അതായത് നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഫോമിലുള്ളത്. ആ പേപ്പറും കൂടി കൊണ്ടുപോകണം. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾ എന്നാണ് ഇവിടെ വന്നത്, അതായത് നമ്മൾ വന്ന എക്സാക്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ജർമ്മനി വന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ അവർക്ക് അറിയേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും. അതിനുശേഷം എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ചെയ്ത് അവർ കമ്പ്യൂട്ടറിലെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ വായിക്കാൻ തരും. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. ഇനിയിപ്പം തെറ്റുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ചെയ്യും. എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സിറ്റി രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. അപ്പം നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ആ സർട്ടിഫിക്കറ്റ്, സിറ്റി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം അത് പല ആവശ്യങ്ങൾക്ക് നമുക്ക് ആ സിറ്റി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടതാണ്. അത് മാത്രമല്ല, ഇതിനുശേഷം നമ്മളൊരു വേറെ വീടുകൾ മാറുന്നതിനനുസരിച്ച് ഈ സിറ്റി രജിസ്ട്രേഷൻ വീണ്ടും ചെയ്യണം. കാരണം നമ്മുടെ അഡ്രസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഔസ്ലാൻഡർ ബെഹോർഡെ, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം, അപ്പം നമ്മൾ ഓരോ വീട് മാറുന്നതിനനുസരിച്ച് സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ അഡ്രസ്സുകളും ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ടൈം മാത്രം നമ്മുടെ അഡ്രസ്സ് എല്ലാ സ്ഥലങ്ങളിലും കൊടുത്താൽ മതി. ബാക്കി സമയത്തെല്ലാം ഒരുമാതിരിപ്പെട്ട മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് അവിടെ ചെല്ലും, നമ്മുടെ പുതിയ അഡ്രസ്സ്. അപ്പം ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ജർമ്മനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അത് കാരണം നമ്മുടെ ടാക്സിന്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് ആ നമ്പറും, അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കും നമ്മൾ ജർമ്മനിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മളായിട്ട് അതിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഒരു ജോലിയായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആർബൈറ്റ്ഗേബറാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നമുക്ക് പോസ്റ്റിൽ നമ്മുടെ അഡ്രസ്സിലോട്ട്, അതായത് നമ്മുടെ സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മുടെ അഡ്രസ്സ് ഉറപ്പായി കഴിയുമ്പോഴും പോസ്റ്റിലോട്ട് നമ്മുടെ ID നമ്പർ നമുക്ക് പോസ്റ്റ് വഴി അയച്ചു വരും. ഇൻ കേസ് നമ്മൾ വന്നു ഒരു മാസമായിട്ടും നമുക്ക് അങ്ങനെ ഒരു നമ്പർ, ടാക്സ് ID നമ്പർ വന്നിട്ടില്ല എങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഫിനാൻസ് ആമിന്റെ അഡ്രസ്സ് നോക്കി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഫിനാൻസ് ആമിന്റെ ചെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആർബൈറ്റ്ഗേബറിനോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തരുമോ, അല്ലെങ്കിൽ നമുക്ക് ടാക്സ് ID കാര്യങ്ങൾ പറഞ്ഞു തരുമോ, അവർ നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് എടുക്കുക എന്ന് പറയുന്നത്. കാരണം ജർമ്മനി വന്നു, നമ്മൾ ജോലി തുടങ്ങി, നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ സാലറി വരാൻ താമസിക്കും. അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാലറി തരത്തുള്ളൂ. നമ്മുടെ കയ്യിലോട്ട് അവർ ക്യാഷ് ആയിട്ട് തരാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് എത്രയും വേഗം ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ചില ബാങ്കിൽ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പോയിൻമെന്റിന്റെ ആവശ്യമില്ലാതെ അക്കൗണ്ട് എടുക്കാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ, കാരണം ഒരുപാട് ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ ജർമ്മനിയിൽ ഒരു അക്കൗണ്ട് എടുക്കണമെങ്കിൽ അപ്പോയിൻമെന്റ് എടുക്കണം. അപ്പൊ ആദ്യം തന്നെ പോയി വരുമ്പോൾ തന്നെ ഒരു അപ്പോയിൻമെന്റ് എടുത്ത് വെച്ചിരിക്കുക ബാങ്കിൽ. ചിലപ്പോൾ ഒരു മാസമൊക്കെ താമസിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് കൈ കാശില്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യും. നമ്മൾ ഒരുപാട് കാശായിട്ടല്ല വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാങ്കിൽ പോകുമ്പോഴും നമ്മുടെ വിസ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത നമ്മുടെ മെൽഡെ ബെഷേനിങ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. പിന്നെ അവർ നമ്മളോട് ചില സ്ഥലങ്ങളിൽ ചോദിക്കും, നമ്മുടെ എന്നാ പറയണേ, ആർബൈറ്റ്ഗേബർ നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഫെട്രാഗ് ഉണ്ടല്ലോ, ജോലിയുടെ ഫെട്രാഗ്, അതുപോലെ തന്നെ ഫെട്രാഗിന്റെ ഡീറ്റെയിൽസും അവർക്ക് കോപ്പി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് എത്ര സാലറി കിട്ടും, നമ്മൾ ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണ്, അങ്ങനെയുള്ള നമ്മുടെ ജോലികളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് ID നമ്പറും കൊടുക്കണം. ഇനിയിപ്പം ടാക്സ് ID നമ്പർ വന്നില്ല എങ്കിലും എല്ലാവർക്കും തന്നെ ഇങ്ങനെ വരും, അങ്ങനെ ആർക്കും താമസിക്കാറില്ല. ഇൻ കേസ് വന്നില്ല എങ്കിലും അക്കൗണ്ടിന്റെ കാര്യങ്ങൾ അവർ ചോദിച്ചു വെക്കുക. ചിലപ്പോൾ ഇനി ടാക്സ് ID നമ്പർ ഇല്ലാതെയും നമുക്ക് അക്കൗണ്ട് തരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് കിട്ടുമല്ലോ, നമുക്ക് അതിനായിട്ട് എന്തെങ്കിലും താമസം ഉണ്ടെങ്കിൽ ഫിനാൻസ് ആമിന്റെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് എഴുതി തരും. അപ്പൊ അത് വെച്ച് നമുക്ക് അക്കൗണ്ട് എടുക്കാനായിട്ടും പറ്റും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു അക്കൗണ്ട് എടുക്കാനായിട്ട് വേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഏത് അക്കൗണ്ടാണ് വേണ്ടത്, അതുപോലെ തന്നെ കാർഡിന്റെ ഡീറ്റെയിൽസ്, ഒരു മാസം എത്ര രൂപ പിടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ വീടിന്റെ അഡ്രസ്സിലോട്ട് നമുക്ക് ബാങ്ക് കാർഡും കാര്യങ്ങളെല്ലാം അയച്ചു വരും. പിന്നെ അന്ന് തന്നെ നമുക്ക് അക്കൗണ്ടും കാര്യങ്ങളെല്ലാം നമ്മുടെ എല്ലാം ഓക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് ബാങ്ക് ഇടപാടുകളും കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ അവർ നമുക്ക് അവിടുത്തെ അക്കൗണ്ടിന്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം തന്നുവിടും. അപ്പൊ അതൊന്നും നമ്മൾ നശിപ്പിച്ച് കളയരുത്. അതും നമ്മൾ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് എടുക്കുക എന്ന്. ഇൻഷുറൻസ് ജർമ്മനിയിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ആർബൈറ്റ്ഗേബർ വരുന്നതിന് മുമ്പ് തന്നെ, കാരണം നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ റെഡി ആയല്ലോ, വരുന്നതിന് മുമ്പ് തന്നെ, ഇപ്പൊ ഞാൻ എൻ്റെ ജോലിക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വന്ന് പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇൻഷുറൻസ് കാർഡ് കിട്ടിയിരുന്നു. കാരണം നല്ലൊരു ഇൻഷുറൻസ് അവരെനിക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്നു. അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മളവിടെ ഇൻഷുറൻസ് കമ്പനി എവിടെ പോയാലും അപ്പോയിൻമെന്റുകൾ എടുക്കണം. ചില സ്ഥലങ്ങളിൽ അപ്പോയിൻമെന്റുകൾ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഇവിടെ ആവോക്ക ഒക്കെ നല്ല ഇൻഷുറൻസ് കമ്പനിയാണ്. ഞാനൊക്കെ എടുത്തിരിക്കുന്ന അവോക്കയാണ്. അപ്പം നമ്മുടെ സ്ഥലത്ത് ഇപ്പം നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുക, അപ്പം നമ്മുടെ ആർബൈറ്റ്ഗേബറിനോടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാ, ബെസ്റ്റ് ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പൊ അവിടെ ചെല്ലുക. അവിടെ ചെല്ലുമ്പോഴും അവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും എന്ന് വെച്ചാൽ എല്ലായിടത്തും നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം കേട്ടോ. ബർത്ത് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ജോലിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇനി മാരേജ് കഴിഞ്ഞു നമ്മുടെ സ്പോസ് വിസയെ വരുന്ന ആളാണെങ്കിൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റും മാരേജ് സർട്ടിഫിക്കറ്റും ഒക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഒരു ഫോട്ടോ വേണം ഇൻഷുറൻസ് എടുക്കാനായിട്ട്. അപ്പം ആ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർ മിനിമം എല്ലാ കാര്യങ്ങൾക്കും ഒരു 4 ആഴ്ചയാണ് പറയുന്നത്. 4 ആഴ്ച ഒന്നും എടുക്കത്തില്ല. ഒരു 3 ആഴ്ച ആകുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ കറക്റ്റായിട്ട് ഇൻഷുറൻസ് കാർഡ് വരും. പിന്നെ അവരെല്ലാ കാര്യങ്ങളും നമ്മളെ പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഇമെയിൽ വഴി എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയിക്കും.
അപ്പൊ അങ്ങനെ അത്രയാണ് ഒരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കേട്ടോ. പിന്നെ അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒരു ഫാമിലി ഡോക്ടറിനെ എടുക്കുക. അതായത് ഇവിടെ ഹൗസ് ആർട്സ് എന്ന് പറയും. അതിനെ എടുക്കാനായിട്ട് നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുക. ഗൂഗിൾ അമ്മാവനെ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ആശ്രയിക്കുക. കാരണം നമ്മുടെ ഏറ്റവും അടുത്തുള്ളതും ആയിട്ടുള്ള ഒരു ഹൗസ് ആർട്സിനെ നമ്മൾ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം അകലെയാണെങ്കിൽ നമുക്ക് അസുഖം വരുമ്പോൾ പോകാനും കാര്യങ്ങൾക്കൊക്കെ പാടായിരിക്കും. അതുകൊണ്ട് അടുത്തുള്ള ഒരാളെ തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതിനു വേണ്ടിയും നമ്മൾ കൊണ്ടു ചെല്ലേണ്ടത് നമ്മുടെ ഇൻഷുറൻസ് കാർഡ്. അപ്പൊ നമുക്ക് വന്നില്ല എങ്കിൽ നമ്മൾ ഇൻഷുറൻസ് അപ്ലൈ ചെയ്തല്ലോ, അപ്പൊ തന്നെ അവരോട് പറയുക എനിക്കൊരു ഹൗസ് ആർട്സിനെ എടുക്കണം. അപ്പൊ അവരൊരു ബെസ്റ്റേറ്റിക്കും തന്നു വിടും. അത് മതി. കാർഡ് കിട്ടാൻ വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ ബെസ്റ്റേറ്റിങ്ങും ആയിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് ആർട്സിനെ എടുത്തു വെക്കാം. കാരണം നമുക്ക് അസുഖം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും നമുക്ക് ഇവിടെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് നിസ്സാരമായ പനി, ചുമ, ജലദോഷം ഒന്നും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലോട്ട് ഓടി ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല. പനിയൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ സ്വീകരിക്കത്തില്ല. നമ്മൾ അവിടെ കുറേ നേരം ഇരിക്കേണ്ടി, ചിലപ്പോൾ ഒരു ദിവസം വരെയൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ജർമ്മനിയിൽ പോകുന്നത് ഹൗസ് ആർട്സിന്റെ അടുത്താണ്. ഇനി ഡോക്ടറിനെയും കൊണ്ട് പറ്റില്ല എങ്കിൽ നമുക്ക് വേറെ അപ്പോയിൻമെന്റുകളും കാര്യങ്ങളൊക്കെ ഡോക്ടറായിട്ട് തരും. നമ്മൾ അതിനനുസരിച്ച് മുമ്പോട്ട് പോകുക. അത് മാത്രമല്ല, നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പം മറക്കാതെ കൊണ്ടുവരേണ്ട കാര്യമാണ്, നമുക്ക് നമ്മുടെ ലൈഫിൽ എടുത്തിട്ടുള്ള എല്ലാ വാക്സിനുകളുടെയും ബുക്ക്. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ കുഞ്ഞു പിള്ളേരൊക്കെയാണ്, ഇപ്പം വലുതായവരുടെ കയ്യിലൊന്നും ചിലപ്പം വാക്സിനിന്റെ പേപ്പറുകളും കാര്യങ്ങളൊന്നും കാണാൻ വഴിയില്ല. പക്ഷേ നമ്മൾ ജർമ്മനിയിലോട്ട് വരുമ്പം ചില വാക്സിനുകളൊക്കെ എടുത്തിട്ട് വരണം. നമ്മുടെ ആർബൈറ്റ് പേപ്പർ പറയുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തിട്ടെങ്കിലും വരാറുണ്ടല്ലോ, അതിന്റെ എങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റും അതിന്റെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം, ഇനി അങ്ങനെയല്ല, നമ്മുടെ എടുത്തിട്ടുള്ള പേപ്പറുകളും ഡോക്യുമെന്റ് വാക്സിൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ഹൗസ് ആർട്സിന്റെ കയ്യിൽ കൊടുക്കുവാണെങ്കിൽ, ഇവിടെ ഒരു മഞ്ഞ കളറിലുള്ള ബുക്കാണ്, ഇവിടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു ബുക്കാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് ഉള്ള വാക്സിനുകളുടെയും കാര്യങ്ങൾ എല്ലാവരുടെയും എഴുതി വെച്ചിട്ടുണ്ട് ആ ബുക്കിൽ. അപ്പൊ അത് എല്ലാവരുടെയും കയ്യിലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ എടുത്തിട്ടുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെക്കുക. ഇവിടെ ജോലിക്ക് ചെല്ലുമ്പോൾ വാക്സിനും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ വാക്സിൻ നമുക്ക് ഏതെല്ലാം എടുത്തിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ എടുത്തിട്ടില്ല, അപ്പോൾ അവർ നമുക്കൊരു ലിസ്റ്റ് തരും. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഹൗസ് ആർട്സിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കും. അപ്പൊ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഡോക്ടർ നമുക്കത് എഴുതി തരും. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഇതല്ല, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും സമയം അനുസരിച്ച് കേട്ടോ. അപ്പൊ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും വരാറില്ല. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പയ്യെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അതിനിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.